UPSC നടത്തുന്ന NDA എക്സാമിനേഷൻ നമുക്കറിയാം ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് NDA എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അതിൽ 2026 ഏപ്രിൽ നടക്കുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 2025 ഡിസംബർ 30 മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജൂലൈ 1 2007 2010 ഇൻ ബിറ്റ്വീൻ ജനിച്ച വിദ്യാർത്ഥികൾക്കാണ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് NDAയുടെ ഏപ്രിൽ നടക്കുന്ന റിട്ടൺ എക്സാമിനേഷനാണ് എഴുതാൻ പറ്റുക. ഇതിലൂടെ 394 സീറ്റുകളിലേക്ക് അഡ്മിഷനുള്ള ആർമി, നേവി, എയർഫോഴ്സ് 3 സെക്ടറിലെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക. ഇതിനോടൊപ്പം 10+2 നേവൽ കോഴ്സുകളിലേക്കും ഇതിലൂടെ തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഈ 394 സീറ്റുകളിൽ 24 സീറ്റ് ഗേൾസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. മുൻപ് NDA വഴി പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഗേൾസിനും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ 24 സീറ്റുകൾ പെൺകുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് upsconline.nic.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേണും പഠിക്കേണ്ട സബ്ജക്റ്റുകളും ഒക്കെ വിദ്യാർത്ഥികൾക്ക് അറിയാം. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതിനോടൊപ്പം GK, ഇംഗ്ലീഷ് പോർഷൻസ് ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കേണ്ട NDAയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പോർഷൻസിൻ്റെയും സിലബസിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2025 ഡിസംബർ 30 മുമ്പായി ഏപ്രിലെ റിട്ടൺ എക്സാമിനേഷൻ NDAയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇപ്പോഴും മനസ്സിലാക്കുക, ഏറ്റവും നല്ല പഠനമാണ് ഫ്യൂച്ചറിലെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം നേടുക. ഓൾ ദ ബെസ്റ്റ്.